നമസ്കാരം. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് 2019-ലും 2024-ലും ലഭിച്ചത് ആകെ ഒരു സീറ്റാണ്. 2019-ൽ അത് ആലപ്പുഴയിൽ AM ആരിഫാണ് എങ്കിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ആലത്തൂരാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷം വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണെന്ന് സാരം. എന്നാൽ 2019 ശേഷം നടന്ന 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറി. ആ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണനാണ് ഇപ്പോൾ ആലത്തൂർ MP ആയി പാർലമെന്റിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ കൂട്ടി വായിക്കേണ്ടതായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നത് 2019-ൽ ശബരിമല വിഷയമായിരുന്നു. 2024-ലേക്ക് വന്നപ്പോൾ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്നുണ്ടായ പല അപകടങ്ങൾ, പ്രശ്നങ്ങൾ, ഇതും ഒപ്പം ഏറ്റവും ഒടുവിൽ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. അതായത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്നും തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നും തരത്തിലേക്കുള്ള പല പരാതികളും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടെന്ന് ഉയർന്നിരുന്നു. ആ സമയത്ത് തൃശ്ശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് ആയിരുന്നു ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. ആ സമയത്ത് തന്നെ ഇടതുപക്ഷ സർക്കാരും ഒപ്പം LDFിൻ്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ അങ്കിത് അശോകിനെ തൃശ്ശൂർ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും, എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധീനതയിലായിരിക്കും എല്ലാ നടപടികളും എന്നുള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് അങ്കിത് അശോകിനെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുകയും, എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തലേന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ പുലർച്ചയോടുകൂടി നടക്കേണ്ട തൃശ്ശൂർ പൂരം പകൽ വെളിച്ചത്തിലായിരുന്നു നടന്നത്. ആ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ഈ സന്ദർഭം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി NDAയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി കാര്യമായ രീതിയിൽ വോട്ടുകൾ നേടിയത് എന്നൊരു കണക്കുകൂട്ടൽ ഇടതുപക്ഷ പാളയങ്ങളിൽ കാര്യമായി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള UDF നേതാക്കന്മാരും രംഗത്തിറങ്ങിയെങ്കിൽ പോലും തൃശ്ശൂർ പൂരം തകിടം പറഞ്ഞത് ഗുണകരമായത് സുരേഷ് ഗോപിക്കാണ് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അങ്കിത് അശോകിനെ സ്ഥലം മാറ്റണമെന്ന ആവശ്യവുമായി ഇലക്ഷൻ കമ്മീഷനരികിൽ എത്തുന്നതും ഇലക്ഷൻ കമ്മീഷൻ അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. തിരഞ്ഞെടുപ്പ് ചട്ടമെല്ലാം പൂർത്തിയായ തൊട്ട് ഉടനെ സർക്കാർ അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അങ്കിത് അശോക് ഇനി മുതൽ തൃശ്ശൂരിൻ്റെ കമ്മീഷണറായി തുടരുകയില്ല. അദ്ദേഹത്തെ സ്ഥലം മാറ്റി. ഏത് വകുപ്പിലേക്കാണ്, എവിടേക്കാണ് സ്ഥലം മാറ്റുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും. നിലവിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പുതിയ നിയമനങ്ങളും നൽകിയിട്ടില്ല. താൽക്കാലികമായി അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ കമ്മീഷണർ പദവിയിൽ നിന്ന് അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി എന്നുള്ള നടപടി മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അവിടേക്ക് പുതുതായി വരുവാൻ പോകുന്നത് R ഇളങ്കോയാണ്. R ഇളങ്കോ പുതിയ സിറ്റി കമ്മീഷണറായി തൃശ്ശൂരിൽ ചാർജ് എടുക്കും. മുൻ സിറ്റി പോലീസ് കമ്മീഷണറും കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണറും ഒപ്പം ഇൻ്റലിജൻസിലെ SP-യുമായിരിക്കുന്ന R ഇളങ്കോയാണ് ഇനി മുതൽ തൃശ്ശൂരിൻ്റെ കമ്മീഷണറായിരിക്കുന്നത്. ഈ വിഷയത്തിൽ, അതായത് അങ്കിത് അശോക് എന്ന തൃശ്ശൂർ കമ്മീഷണറെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിനോട് 100% യോജിച്ച് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നിലപാട് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയം കൈവരിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പും മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ തൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യം അദ്ദേഹം മുൻപോട്ട് വെച്ചത് തൃശ്ശൂർ പൂരം ചില നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുമെന്നുള്ളതായിരുന്നു. അപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ അതേ അഭിപ്രായമായിരുന്നു. അങ്കിത് അശോകിനെയും ജില്ലാ കളക്ടറിനെയും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്നും അവരെ മാറ്റാതെ തന്നെ കൃത്യമായ രൂപരേഖയിലൂടെ എങ്ങനെ ഈ തൃശ്ശൂർ പൂരം താൻ നടത്തുമെന്ന് കാട്ടിത്തരാമെന്ന് വരെ പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ അന്ന് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചതും. ഈ സാഹചര്യത്തിൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതിന് തൊട്ടടുത്ത നിമിഷം സുനിൽകുമാർ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ആവശ്യപ്പെട്ടതുപോലെ സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. അങ്കിത് അശോക് ഇനി മുതൽ തൃശ്ശൂരിൻ്റെ കമ്മീഷണറായി തുടരുകയില്ല. അവിടേക്ക് R ഇളങ്കോ എത്തുന്നു. ഒപ്പം മറ്റൊരു മാറ്റം കൂടി പോലീസ് തലത്തിൽ നടന്നിട്ടുണ്ട്. കിഫ്ബി അസിസ്റ്റന്റ് ഡയറക്ടറായ KE ബൈജുവിനെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്ക് SP-ആയി, എറണാകുളത്തെ SP-ആയി കൂടി ചുമതല നൽകുന്നുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട തസ്തികകളിലാണ് ഇപ്പോൾ 3 പേരെയാണ് പ്രധാനമായും മാറ്റി. അതിൽ അങ്കിത് അശോകിൻ്റെയും R ഇളങ്കോയുടെയും
സ്ഥാനമാറ്റം രാഷ്ട്രീയപരമായ ഇടതുപക്ഷത്തിനെ നേരിടേണ്ടി വന്ന വലിയ തിരിച്ചടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുവാൻ അവസരമൊരുക്കി കൊടുത്തത് തൃശ്ശൂർ പൂരമാണ് എന്ന ബോധ്യത്തിന് പുറത്ത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പല മേഖലകളിൽ നിന്ന്, പല രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്നും ഉയരുന്ന ചർച്ച. എന്തായാലും രാഷ്ട്രീയപരമായ തിരിച്ചടിക്ക് ശേഷം തൃശ്ശൂരിൽ അങ്കിത് അശോകനെ മാറ്റിയിരിക്കുകയാണ്. 2019-ലും 2024-ലെയും ഒക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷത്തിനെതിരായ നിലപാട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ പ്രധാന കാരണങ്ങളായി ഉയർന്നു നിന്നിരുന്നത്. അത് 2019-ൽ ശബരിമല വിഷയമാണെങ്കിൽ 2024-ൽ അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷമുണ്ടായിരുന്ന തിരിച്ചടിയിൽ വലിയ ആഘാതം തന്നെയാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നത്. ചരിത്രത്തിൽ ആദ്യമായി NDA അക്കൗണ്ട് തുറക്കുന്നതും തൃശ്ശൂരിൽ, ചരിത്രത്തിൽ ആദ്യമായി NDA സർക്കാർ അക്കൗണ്ട് തുറക്കുന്നത് തൃശ്ശൂരിൽ. അങ്ങനെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളർന്നിരിക്കുകയാണ് BJP. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനും ഒരു സീറ്റ്, അത് ആലത്തൂരിൽ. കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്ന BJPക്കും കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു സീറ്റ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷവും BJPയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ വൻ തിരിച്ചടിക്ക് കാരണമായ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അത് അലങ്കോലപ്പെടുത്തി എന്ന ആരോപണം വിധേയനായി നിൽക്കുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനം രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശം തന്നെയാണെന്ന് തീർച്ചയാണ്.